സൂറത്തുൽ മാഇദ 82 സൂക്തം മുതൽ സൂറത്തുൽ അൻആമിന്റെ 110 സൂക്തം വരെയുള്ള 7 ജുസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതര മതസ്ഥരോടുള്ള പരസ്പര ബന്ധങ്ങളും അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർക്കായുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും വെളിച്ചം വീശുന്ന സൂറത്തുൽ അൻആമിലെയും സൂറത്തുൽ മാഇദയിലെയും ആയത്തുകളാണ് ഇതിലെ കേന്ദ്ര പ്രമേയങ്ങൾ. ക്രൈസ്തവ വിശ്വാസികളിൽ വിശ്വാസികളോട് കൂടുതൽ അടുപ്പമുള്ളവരുണ്ടെന്നുള്ള സത്യമാണ് അവരുടെ സഹിഷ്ണുത മുൻനിർത്തി 82 സൂക്തത്തിൽ പടച്ചതമ്പുരാൻ വിശദീകരിക്കുന്നത്. ചിന്തിക്കാതെ ചൊല്ലുന്ന സത്യങ്ങൾക്ക് വിശ്വാസികൾ എങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്നുള്ള രീതിയെയാണ് 89 സൂക്തം അനാവരണം ചെയ്യുന്നത്. ഈ ലോകത്തെ മനുഷ്യരുടെ അഭയസ്ഥാനമാക്കി കഅബയെ എങ്ങനെയാണ് മാറ്റിയത് എന്ന് മക്കയുടെ ആദരവിനെ മുൻനിർത്തി 97 സൂക്തം നമ്മളോട് സംസാരിക്കുന്നു. അനാവശ്യമായ ചോദ്യങ്ങൾ നിങ്ങൾ കൂടുതലായി ഉന്നയിക്കരുതെന്നും അവ വെളിവായാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുമെന്ന ആശയമാണ് 101 സൂക്തത്തിലുള്ളത്. ഇരുട്ടും വെളിച്ചവും സൃഷ്ടിച്ച അള്ളാഹുവിന് ഹംദു പറഞ്ഞുകൊണ്ടാണ് അടുത്ത സൂറത്ത് ആരംഭിക്കുന്നത്. സകല മതസ്ഥരും ഒരുപോലെ ആദരിക്കുന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകാശത്തിലെ ഗോളങ്ങളിലൂടെ തന്റെ നാഥനെ കണ്ടെത്തി സ്വന്തം സമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ച ചരിത്രമാണ് 75 സൂക്തത്തിലുള്ളത്. സത്യത്തിന് വേണ്ടി നിലകൊണ്ട് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച 18 പ്രവാചകന്മാരുടെ പരമ്പരയെ വിശദീകരിച്ചുകൊണ്ടാണ് 84 സൂക്തം നമ്മളോട് സംസാരിക്കുന്നത്. വിത്ത് മുളക്കുന്നതും കായ്ക്കുന്നതും അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ ഒന്നാണെന്നും ഈ പ്രകൃതിയിലെ അത്ഭുതങ്ങൾ മുൻനിർത്തി മനുഷ്യർ അള്ളാഹുവിലേക്കാണ് കുമ്പിട്ട് തിരിയേണ്ടത് എന്നുള്ള പരാമർശമാണ് 95 സൂക്തത്തിൽ. കണ്ണുകൾക്ക് അവനെ കാണാനാകില്ല എന്നും എന്നാൽ അവൻ നിങ്ങളുടെ കണ്ണുകളെ കാണുന്നുണ്ടെന്നുമുള്ള പരാമർശമാണ് 103 സൂക്തത്തിലുള്ളത്. മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിങ്ങൾ നിന്ദിച്ചാൽ അവർ തിരിച്ച് അള്ളാഹുവെ നിന്ദിക്കാൻ അത് കാരണമാകുമെന്നും അതിനാൽ മറ്റുള്ളവരുടെ വിഗ്രഹങ്ങളെ നിങ്ങൾ ശപിച്ച് സംസാരിക്കരുതെന്നുള്ള പരാമർശം 108 സൂക്തത്തിലുണ്ട്. എത്ര വലിയ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടാലും വിശ്വസിക്കാത്ത ചില മനസ്സുകളുണ്ടെന്നും അതാണ് അഹങ്കാരത്തിന്റെ ഏറ്റവും മികച്ച തെളിവെന്നും വിശദീകരിക്കുകയാണ് 109 സൂക്തം. സത്യവും അസത്യവും വേറിട്ട 2 വഴികളാണെന്നും അന്ധകാരത്തിൽ കഴിയുന്നവനും സത്യത്തിന്റെ വെളിച്ചം കിട്ടിയവനും സമമല്ലെന്നുമാണ് 122 സൂക്തത്തിൽ അള്ളാഹു മനുഷ്യരോട് സംവദിക്കുന്നത്. പടച്ചതമ്പുരാന്റെ എത്ര വലിയ മുഅ്ജിസത്തുകൾ കൺകാണ്കെ കണ്ടാലും മനുഷ്യർ ഒരുപക്ഷെ സമ്മതിച്ചു തരില്ലെന്നും അഹങ്കാരമാണ് അതിന്റെ ഒരൊറ്റ കാരണമെന്നും സത്യനിഷേധികളുടെ അടഞ്ഞുപോയ മനസ്സിന്റെ കാരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് ഈ ജുസ് സമാപിക്കുന്നത്.